ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് ഈ ആഴ്ച OTT റിലീസ് എത്താമത് ഏറ്റവും പുതിയ മലയാള സിനിമകളെക്കുറിച്ചാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 10-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നു. നാടകം നടന്ന വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ നായികയായിട്ട് നിഖില വിമൽ എത്തിയിട്ടുണ്ടെന്നും ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി, ഇർഷാദ് അലി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയത്. നവാഗതനായി ഷെബിൻ സിദ്ധാർത്ഥനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്നേ. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ആഴ്ച സർപ്രൈസ് OTT റിലീസ് ചെയ്ത് നോക്കിയാണ് ഇന്ദ്രജിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ധീരം എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഇന്ദ്രജിത് സുകുമാരനോടൊപ്പം തന്നെ അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ, റബ മോണിക്ക ജോൺ, സാഗർ സൂര്യ, അവന്തിക മോഹൻ, ആഷിക അശോകൻ, ശ്രീത് രവി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം ജിതിൻ ടി സുരേഷ് ആയിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായത്. ചിത്രം ഇപ്പോൾ സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൺനെക്സ്റ്റ് വഴി കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നത് കാജുരാഹു ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. അർജുൻ അശോകൻ, ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ചിത്രമായിരുന്നു കാജുരാഹു ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. ധ്രുവൻ, അതിഥി ദേവി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. റോഡ് മൂവി എന്നതിനൊപ്പം തന്നെ പ്രണയവും ചിരിയും ദുരൂഹതയൊക്കെ കോർത്തിണക്കിയ ചിത്രമായിരുന്നു കാജുരാഹു ഡ്രീംസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബിബിൻ ജോർജ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ശുക്രൻ എന്ന് പറയുന്ന സിനിമ. ബിബിൻ ജോർജ്, ഷൈം ടോം ജോക്കോ, ചന്തുനാഥ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഉബനി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ശുക്രൻ. ഇപ്പോഴത്തെ ചിത്രം സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ മഞ്ജു പത്രോസ്, വീണ നായർ, റോണി ഡേവിഡ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ചിത്രമായിരുന്നു EMI എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീമ കരിങ്കർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രമായിരുന്നല്ലോ തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന സിനിമ. ബിരിയാണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സജിൻ ബാബു ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ലെങ്കിലും മികച്ച ഒരു റെസ്പോൺസുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് റിലീസ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ നിന്നായിട്ട് ഈ ആഴ്ച റിലീസ് എത്തിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഡിസ്നിയുടെ ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമായിരുന്നു സുപ്പർട്ടിയ 2 എന്ന് പറയുന്ന സിനിമ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇന്നു മുതൽ നമുക്ക് ഈ ഹോട്ട്സ്റ്റാർ വഴി സുപ്പർട്ടിയ 2 എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും ഇന്നൊരു ചിത്രം എത്തിയിട്ടുണ്ട്. നാഗവം വിശാഖ് സെൻ, കയാദു ലോഹർ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് KV അനുദീപ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഫുങ്കി എന്ന് പറയുന്ന സിനിമ. ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രത്തിന് തെലുങ്ക് പതിപ്പ് ഇപ്പോൾ മാർച്ച് മാസം 13-ാം തീയതി മുതൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും ഇന്നൊരു ചിത്രം കൂടി OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് എത്തുന്നുണ്ട്. രവിതേജ കേന്ദ്ര കഥാപാത്രത്തിലെ ഏറ്റവും പുതിയ ചിത്രമായിരുന്നല്ലോ ഭാരത മഹാശാരിക്ക് വൈജയനപതി എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ആ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം പൊങ്കൽ റിലീസായിട്ടായിരുന്നു തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. ചിത്രം തിയേറ്ററിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് ഇന്നു മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ഉടൻ തന്നെ ഒരുപാട് ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോം വഴി വരും ദിവസങ്ങളായിട്ട് റിലീസിനെത്താൻ പോകുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ എല്ലാം തന്നെ അപ്ഡേറ്റുകൾ നമ്മൾ വരുന്നതനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രഷർ കാത്തിരുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.